കാണിച്ചു കൊടുക്കാമല്ലോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഞാനും മോമോയും കൂടി ഇന്ന് ഡയറക്റ്റ്ലി വീഡിയോയിൽ വന്നേക്കാണ് അല്ലേ മോമോ? എന്താന്ന് വെച്ചാല് നമ്മൾ നാളെ എവിടെ പോവാ? യെസ്, ഞങ്ങൾ നാളെ മോമോന്റെ ഫസ്റ്റ് ഡേ ആണ് നാളെ. അപ്പൊ ഞങ്ങൾ നാളെ സ്കൂളിൽ പോണതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാണിച്ചു തരണ്ടേ? എന്താ കാണിച്ചു കൊടുക്കാൻ പോണേ? അതെ, മോമോന്റെ സ്കൂളിലത്തെ കുറച്ച് സാധനം മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. കാരണം നാളെ ജസ്റ്റ് ഓപ്പണിംഗ് സെറിമണി മാത്രമേ ഉള്ളൂ സ്കൂളിൽ. കാരണം നമുക്ക് ഈദ് വരുന്നുണ്ട്. അപ്പോൾ ഈദ് കഴിഞ്ഞിട്ടാണ് ഇവർക്ക് നോർമൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് നാളെ ചെറിയൊരു പരിപാടി ആയതുകൊണ്ട് തന്നെ നമുക്ക് കാര്യമായിട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല. മെയിൻ സാധനങ്ങളൊക്കെ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തരാൻ പോവാണ് അല്ലേ? അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. യെസ്, അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ മോമോന്റെ ബാഗിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അല്ലേ? അപ്പോൾ ഞങ്ങൾ ബാഗ് വാങ്ങിച്ചത് നോർമൽ അടുത്തുനിന്നുള്ളൊരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ. മോമോക്ക് സ്പൈഡർമാനെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? ആരിഷ്ടം? അപ്പൊ ഞാനിങ്ങനെ ആമസോണിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ആള് സ്പൈഡർമാനെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അവഞ്ചേഴ്സിന്റെ എല്ലാവരും ഉണ്ട്, സ്പൈഡർമാൻ എല്ലാ ആൾക്കാരും ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ബാഗ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കുഞ്ഞു ബാഗാണ് കേട്ടോ മോമോന്റെ. അവൻ ബുക്സും കാര്യങ്ങളും ഒന്നും ഇവന് വരുന്നില്ല, കാരണം പ്രീ കെ ജി ആണ്. ഓക്കെ, പ്രീ കെ ജി ആണ്. അപ്പോൾ അവന് ബുക്സ് ഒന്നുമില്ല, ജസ്റ്റ് ലഞ്ച് ബോക്സ്. ബുക്സ് ഉണ്ട്, നമുക്ക് നോർമലി ബാഗിൽ വെച്ച് കൊണ്ടുപോകേണ്ടി വരില്ല, സ്കൂളിൽ തന്നെ വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ലഞ്ച് ബോക്സും സ്നാക്സും വാട്ടർ ബോട്ടിലും മാത്രം ഇതിൽ വെക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അതാണ് ഇത്ര കുഞ്ഞ് ബാഗ് എടുത്തേട്ടോ. അപ്പോൾ മെയിൻ ബാഗ് ഇതാണ് കേട്ടോ. അങ്ങനെ ഒരു ഒറ്റ സിബുള്ളൂ കേട്ടോ വലുതായിട്ട്. ഒറ്റ സിബുള്ളൂ വലുതായിട്ട്. പിന്നെ ഇവിടെ രണ്ടിങ്ങനെ ചെറുതായിട്ട് സിബുണ്ട്. അത്രേ ഉള്ളൂ കേട്ടോ ഇതിൽ വരുന്നത്. അതാണ് ബാഗ് എന്ന് പറയുന്നത്. പിന്നെ മെയിൻ സംഭവങ്ങൾ നമുക്ക് വാട്ടർ ബോട്ടിൽ കാണിച്ചു കൊടുക്കാം. വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സും ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഫസ്റ്റ് ഓക്കെ മോമോ വെള്ളം കുടിച്ചിട്ട് ബാക്കി നമുക്ക് പറയാം. വെള്ളം കുടിച്ചോ? അപ്പോൾ ഓക്കെ, ഞങ്ങൾ വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചാൽ ബോട്ടിൽ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. മോമോ കാണിച്ചു തരും. ഇതാണ് വാട്ടർ ബോട്ടിൽ കേട്ടോ. ഒന്ന് തിരിച്ചു കാണിച്ചു കൊടുക്കുന്നത്. ഇതാ ഇത്രയും ക്യൂട്ടാണ്ടോ. ഇതിന് വള്ളിയുണ്ട്. മോമോ ഉരുക്കളഞ്ഞാണ്, മോമോക്ക് വള്ളി വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും ക്യൂട്ടായിട്ടുള്ള ഈ ഒരു വാട്ടർ ബോട്ടിൽ ഞങ്ങൾ പർച്ചേസ് ചെയ്തത് ഷോപ്സീന്നായിരുന്നു. ഫസ്റ്റ് ടൈം ഷോപ്സിയിലെ പർച്ചേസ് ആണ് കേട്ടോ ഈ സംഭവം. കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ പക്ഷേ ഇത്രയും അടിപൊളി ക്വാളിറ്റിയിൽ ഈ സംഭവം കിട്ടുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ. അപ്പം ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തോട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വാട്ടർ ബോട്ടിൽ. നല്ല ഇതെന്ത് മെറ്റീരിയൽ, ഗ്ലാസ് പോലെ ഇരിക്കുന്ന ടൈപ്പാട്ടോ. ഇതിൻ്റെ പ്ലാസ്റ്റിക് അല്ല, നല്ല ഹാർഡായിട്ടുള്ള ടൈപ്പ് ആണ് കേട്ടോ. ഇത് ലീക്ക് തന്നെ ഇല്ല കേട്ടോ. എനിക്ക് നോർമലി നമ്മളിങ്ങനെ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിച്ചാൽ ലീക്ക് ചെയ്യാറുണ്ട്, പക്ഷെ ഇത് ലീക്ക് ആവണമൊന്നുമില്ല കേട്ടോ. നല്ല അടിപൊളിയാണ്. പക്ഷെ ഇത് ചിലപ്പോൾ ഇത് ഫെയ്ഡായി പോകാൻ ചാൻസ് ഉണ്ട്. നമ്മളിങ്ങനെ ഉരച്ചാലൊക്കെ പോകുന്നു തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വൺ ലഞ്ച് ബോക്സ് ആണ് കേട്ടോ. ഓക്കെ, ലഞ്ച് ബോക്സ് മോമോ കാണിച്ചു തരും. ഓക്കെ, ഇതാണ് മോമോൻ്റെ ലഞ്ച് ബോക്സ്. ഇങ്ങനെ അടിയിലൊരു കമ്പാർട്ട്മെൻറ്റും പിന്നെ 2 കമ്പാർട്ട്മെൻറ്റ്, പിന്നെ ഇവിടെ സ്പൂണും ഫോർക്ക് വരുന്ന ലഞ്ച് ബോക്സ് ആണ്. ഇത് ഞങ്ങൾ പർച്ചേസ് ചെയ്തത് മീഷോന്നായിരുന്നു കേട്ടോ. ഇത് എന്തുകൊണ്ട് ഇത് ലഞ്ച് ബോക്സ് ആക്കിയെന്ന് വെച്ചാൽ മോമോക്ക് അടിയിൽ ലഞ്ച് കൊണ്ടുപോകാം, ഇത് 2 സ്നാക്സ് ഇട്ട് കൊടുക്കാം എന്നുള്ളൊരു പ്ലാനിലായിട്ട് ഞാൻ വാങ്ങിച്ചത്. നോർമലി ഇത് ലഞ്ച് ബോക്സും ചോറും കറിയൊക്കെ വെക്കാവുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഞാൻ ഇത് സ്നാക്സ് വെക്കാം, കാരണം ഇവൻ അധികം ഫുഡൊന്നും കഴിക്കൂലല്ലോ. അപ്പോൾ ഇത്രയൊക്കെ മതിയാവുമെന്ന് എഴുതിയിട്ടാട്ടോ ഇത് വാങ്ങിച്ച്. ഇത് വെറും 130 റുപ്പീസാണ്, 130 or 140 റുപ്പീസ് ആട്ടോ ഈ ലഞ്ച് ബോക്സിന് വന്നിട്ട്. വാട്ടർ ബോട്ടിൽ 130 സംതിങ് അത്രേ വന്നിട്ടുള്ളൂ കേട്ടോ. ഭയങ്കര അഫോർഡബിൾ റേറ്റിനാണ് ഈ 2 സാധനം പർച്ചേസ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ട് പിന്നെ ഞങ്ങൾ ചെരുപ്പ് വാങ്ങിച്ചു. നമുക്കിപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ ചെരുപ്പ് വാങ്ങിച്ചു തരാം. നമുക്ക് മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലാക്ക് ചെരുപ്പാണ് കേട്ടോ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ വൈറ്റും ബ്ലാക്കും ഷൂസ് ഉണ്ട്. പക്ഷേ ഇപ്പം ഞങ്ങൾ ബ്ലാക്ക് ചെരുപ്പ് മാത്രം വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ, കാരണം ഇപ്പോൾ മഴയാണല്ലോ കുറച്ചായിട്ട്. പിന്നെ ഉള്ളത് മോമോൻ്റെ യൂണിഫോമാണ്. പിങ്ക് കളറാട്ടോ യൂണിഫോം വന്നിട്ട്. പിങ്ക് ആൻഡ് ബ്ലാക്ക് ട്രൗസറാണ് വരുന്നത്. എന്നിട്ട് ഇവരുടെ യൂണിഫോം സ്കൂളിൻ്റെ പേരൊക്കെ വെച്ചിട്ടുള്ള യൂണിഫോമാണ്. അപ്പോൾ ഇതിൻ്റെ പിക്ചേഴ്സൊക്കെ നമുക്ക് നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ. കാരണം എനിക്കിത് എടുക്കണം എന്ന് ഒരു പെട്ടെന്നാണ് ഇൻട്രസ്റ്റ് തോന്നിയത്. ഇപ്പോൾ ഇത് നാളെ സ്കൂൾ തുറക്കും.
നാളെ ജൂൺ 3 3-ാം തീയതിയാണ് ഇവന് സ്കൂൾ ഓപ്പണിങ്. തലേ ദിവസം രാത്രി ആട്ടോ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത്. കാരണം എനിക്ക് കുറച്ച് നാൾ കഴിയുമ്പോഴും ഇവൻ വലുതായി വരുമ്പോഴും ഈ സ്കൂളിലത്തേക്ക് വാങ്ങിച്ച സാധനങ്ങളും ഒന്നും വരെ മൈൻഡിലുണ്ടാവില്ല. കാരണം അങ്ങനെ 3 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് മെമ്മറബിളായിട്ട് ഷൂട്ട് ചെയ്ത് വെക്കണമെന്ന് താല്പര്യമുള്ളതുകൊണ്ട് കേട്ടോ ഇതൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചേ. കാര്യമായിട്ട് വ്യൂസും കാര്യങ്ങളൊന്നും ഇതിൽ കയറില്ല എന്നൊക്കെ 100% ഷുവറാണ്. കാരണം നമ്മുടെ യൂട്യൂബിൻ്റെ റീച്ച് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. കുറേ നാളായിട്ട് ഈ ലോങ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്തതിൻ്റെ നല്ല കാര്യമായിട്ട് എൻ്റെ ചാനലിൽ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കിത് ഇഷ്ടമാവോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. നിങ്ങളുടെ മക്കളുടെ ഫസ്റ്റ് ഡേ എങ്ങനെയായിരുന്നു, സ്കൂളിലത്തെ പ്രിപ്പറേഷനൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ മിക്സഡ് ഇമോഷനാണ്. നാളെ സ്കൂൾ ഓർക്കാണ്. അതിന് സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഡേ സ്കൂളിൽ പോവാന്നുള്ളൊരു മൈൻഡാണ് എനിക്കിപ്പോൾ. ആ ഒരു എക്സൈറ്റ്മെൻറ്റാണ് എനിക്കിപ്പോൾ. ഇവനെ എങ്ങനെയായിരിക്കും, എങ്ങനെയാണ് ഫസ്റ്റ് ഡേ പോയിട്ട് എൻ്റെ നിന്ന് മാറി നിൽക്കാന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നത് ഉമ്മയുടെ അടുത്ത് മാത്രം മാറി നിന്നിട്ടുള്ളൂ. അല്ലാതെ വേറെ ആരുടെ അടുത്തും ഇവൻ അധികം നേരം നിന്നിട്ടില്ല. ഇവൻ സുറുടെ അടുത്ത് പോലും നിന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവൻ എന്തായിരിക്കും മറ്റൊരാൾ, ഒരു ബന്ധമില്ലാത്ത ആളുടെ അടുത്ത് എങ്ങനെ കാണിക്കും എന്നൊന്നും എനിക്കറിയില്ല. ആൾക്ക് നല്ല എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം ആൾ ചെറുതായതുകൊണ്ടും പിന്നെ അത് മാത്രമല്ല ആളിവിടെ ഒറ്റയ്ക്കാണ്, വീട്ടിൽ വേറെ ആരും അവൻ്റെ ഏജിനുള്ളത് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ബോറടി ഉള്ളതുകൊണ്ടാട്ടോ ഞങ്ങൾ ഈ ഒരു 3 വയസ്സിൽ തന്നെ സ്കൂളിലാക്കിയത് തന്നെ. അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത്. ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇവൻ ജനിച്ച് ഇതുവരെ എത്തിയത് സത്യം പറഞ്ഞാൽ എനിക്കിത് പെട്ടെന്ന് പോയ പോലെ ഒന്ന് തോന്നി. കാരണം കുറച്ച് നാൾ മുമ്പ് ഇവനെ കിട്ടി എന്നുള്ളൊരു മൈൻഡാണ്. ഇപ്പോൾ അയാൾക്ക് 3 വയസ്സ് കഴിഞ്ഞു. 3 വയസ്സും 3 മന്ത്സും ആയിട്ടുണ്ട് മോമോക്ക്. സത്യം പറയുമ്പോൾ എനിക്ക് സങ്കടം വരും. കാരണം എന്ന് വെച്ചാൽ ആ ഒരു കിട്ടിയ ആ ഒരു മൊമെൻറ്റ് അതാണ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ. ഓക്കെ അപ്പോൾ അതാണ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ കേട്ടോ. ആ ഒരു ആളാണ് ഇപ്പോൾ സ്കൂളിൽ പോകാൻ പോണത്. നല്ല സന്തോഷമുണ്ട്. അപ്പോൾ ഇതൊക്കെയുള്ളൂ ഈ ഒരു കുഞ്ഞു വീഡിയോ എടുക്കാനെന്ന് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ പറഞ്ഞു തീർക്കാണ് അല്ലേ മോമോ? നാളെ എവിടെ പോവാ? യെസ്, ആള് ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്കാണ് ഇച്ചിരി പ്രശ്നമുള്ളൂ. കാരണം ഇവൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കും, എങ്ങനെ ഇവനെ വിട്ട് ഞാൻ നിൽക്കും എന്നൊക്കെ ഉള്ളൊരു പ്രശ്നമുണ്ട്. കാരണം വീട്ടിലുണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര സ്കൂളിൽ പോയി കിട്ടിയാൽ മതി എന്നൊക്കെ വിചാരിക്കുമെങ്കിൽ പോലും നല്ല സങ്കടമുണ്ട്. എന്താവും ഏതാവും എന്നറിയില്ല. നാളെ പോയിട്ട് നമുക്ക് നാളത്തെ വീഡിയോ ഒക്കെ എന്തായാലും ഷൂട്ട് ചെയ്യണം നല്ല ആഗ്രഹമുണ്ട്. കാരണം ഫസ്റ്റ് ഡേ ആയതുകൊണ്ടും കാരണം ഞാൻ കുറേ പ്രാവശ്യം പറയുന്നുണ്ടല്ലേ, ഫസ്റ്റ് ഡേ ആയതുകൊണ്ടും ഇനി അവന് ഒരു ഓർമ്മയായിട്ട് ഇത് യൂട്യൂബിൽ ഉണ്ടാവണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ടാട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഈ 2 സാധനത്തിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ. വേറെ ഒരു സംഭവങ്ങളും ഞാൻ മോക്ക് സത്യം പറഞ്ഞാൽ വാങ്ങിച്ചിട്ടില്ല. വാങ്ങിക്കുമ്പോൾ എന്തായാലും ഞാൻ വീഡിയോ ഉണ്ട്. കാരണം 9th ഇവന് ക്ലാസ് മെയിൻ ക്ലാസ് തുടങ്ങാം, ഫുൾ ഡേ ഉള്ള ക്ലാസ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടൈം ആകുമ്പോഴേക്കും മതി, നേരത്തെ വാങ്ങിച്ച് വെക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ കുട്ടി വീഡിയോ. നിങ്ങളുടെ മക്കളുടെ ഫസ്റ്റ് ഡേ ഒക്കെ എങ്ങനെയായിരുന്നു, നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ എങ്ങനെയായിരുന്നു എന്ന് താഴെ വന്ന് കമൻറ്റ് ചെയ്യണം. എന്ത് ചെയ്യണം? ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം. എന്ത് ചെയ്യണം? അപ്പോൾ see you in the next video. Bye bye. Bye bye. Bye bye. Bye bye.